എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളിൽ ഒരുപാട് പേർക്ക് ദേഹരീതിയായിട്ട് പല പല പ്രശ്നങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ചിലർക്ക് ഭയങ്കര വിശപ്പ്, ചിലർക്ക് വിശപ്പില്ല, ചിലർക്ക് കൂടുതൽ കഴിക്കാൻ തോന്നുന്നു, അതുകൊണ്ടുള്ള അജീർണ പ്രശ്നങ്ങൾ, അതുകൊണ്ട് വെയിറ്റ് ഇടുന്നു, ഒബീസിറ്റി ആവുന്നു, കാലുവേദന, മുട്ടുവേദന, ആർത്രൈറ്റിസ്, നടക്കാൻ വയ്യ, ദേഹനൊമ്പലം, ഉറക്കമില്ല, ചിലർക്ക് എപ്പോൾ നോക്കിയാലും ഉറക്കം തൂങ്ങുന്നു, ചിലർക്ക് ഡയബറ്റീസ് ഉണ്ട്, ചിലർക്ക് ഹൈ BP, ചിലർക്ക് ലോ BP, ലോ ഷുഗർ, ചിലർക്ക് ഹൈ ഷുഗർ, ചിലർക്ക് തൈറോയിഡ് പ്രോബ്ലം, ചിലർക്ക് ഈ സംസാരിക്കുന്നതിൽ ഉള്ള പ്രോബ്ലം. ഇങ്ങനെ പല പല പ്രശ്നങ്ങളാണ് ഓരോരുത്തർക്കും ദേഹരീതിയായിട്ട് ഉള്ളത്. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം, മാനസികമായിട്ട് എല്ലാവർക്കും ഇതിനെടുത്താലും ടെൻഷൻ, ഫിയർ, അതായത് ഭയം, ആൻസൈറ്റി, വെറുപ്പ്, ദേഷ്യം, ആരെയും നമുക്ക് ക്ഷമിക്കാനുള്ള മനസ്സില്ല. സെക്ഷുവാലിറ്റി സംബന്ധിച്ച പ്രശ്നങ്ങൾ, കുറേ പ്രശ്നങ്ങളുണ്ട്. മൂന്നാമത്തെ കാര്യം, റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ. പണ്ടേ കാലത്തൊക്കെ അമ്മായിയമ്മ മരുമോളുടെ പോരാണ് എന്ന് പറയും. ഇപ്പം അതല്ല. ഇപ്പം അമ്മയ്ക്കും മോക്കും തന്നെ ചേരുന്നില്ല, അച്ഛനും മോനും തന്നെ ഒത്തുപോകാൻ പറ്റുന്നില്ല. വീട്ടിലെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇപ്പം വളരെ കുറവാണ്, എല്ലാം ന്യൂക്ലിയർ ഫാമിലിയാണ്. എന്നിട്ട് പോലും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. പിന്നെ ഫാമിലിയുടെ പുറത്താണെങ്കിൽ അത് അതിനേക്കാട്ടിലും പ്രശ്നം, ഓഫീസിൽ പോയാൽ അത് അതിനേക്കാട്ടിലും പ്രശ്നം, ബോസ് ശരിയല്ല, കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർക്ക് ഒന്നും ശരിയാവുന്നില്ല. അങ്ങനെ നാലാമത്തെ എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സിനുള്ള പ്രശ്നങ്ങൾ. അതായത് ഏതോ കഷ്ടപ്പെട്ട് സ്കൂളിൽ പഠിച്ചു, കോളേജിൽ പഠിച്ചു, നല്ല മാർക്ക് വാങ്ങിച്ചു, പക്ഷേ അവരാഗ്രഹിക്കുന്ന ജോലി ഒന്നും കിട്ടുന്നില്ല, ഡ്രീം ജോബൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. ഏതോ ഒരു ജോലി കിട്ടിയാൽ അതിനകത്ത് ശമ്പളമില്ല, ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഓൾറെഡി ജോലിയിൽ 10 വർഷം 15 വർഷം എക്സ്പീരിയൻസ് ആയവർക്കൊക്കെ പ്രൊമോഷൻ ഇല്ല. അങ്ങനെയൊക്കെ മനസ്സാലെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാത്തിനും പുറമെ ഒട്ടുമൊത്തം ആൾക്കാർക്കും ഒരു വലിയൊരു പ്രശ്നമുണ്ട്, അതാണ് പണത്തിൻ്റെ പ്രശ്നം. ഇന്ത്യയുടെ പോപ്പുലേഷൻ എടുത്താൽ ഒരു 5% ആൾക്കാർ കോടികളിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാൻ അവരെക്കുറിച്ച് പറയുന്നേ ഇല്ല. ഞാൻ പറയുന്നത് നമ്മളുടെ കൂട്ട് മിഡിൽ ക്ലാസ്സിലുള്ളവർ, അപ്പർ മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ്, ബിലോ പോവർട്ടി ലൈൻ, ഇങ്ങനെ അവരവരുടെ ലെവലിന് ഏറ്റ പോലെ അവരവർക്ക് ഈ പണപ്രശ്നം എന്ന് പറയുന്നത് ഇരുന്നു കൊണ്ടേയിരിക്കുന്നു. ഇപ്പം ഇതിന് എല്ലാത്തിനും കാരണം ചക്രാസ്, 7 മെയിൻ ചക്രാസ് ഉണ്ട്. ഈ ചക്രാസ് നേരെ ചൊവ്വേ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ 7 ചക്രാസിനെയും നമ്മൾ ഹീൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമുക്കൊരു വിമോചനം കിട്ടത്തുള്ളൂ. എൻ്റെ പേര് ഡോക്ടർ വത്സല നായർ. 40 വർഷം പ്രൈവറ്റ് സ്കൂളിലും കേന്ദ്ര വിദ്യാലയങ്ങളിലും ടീച്ചറായിട്ട് ജോലി ചെയ്തു. ലാസ്റ്റ് 5 വർഷം പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്ത് റിട്ടയറായി. റിട്ടയർമെൻറ്റിന് പിന്നെ കുറേ ഗുരുക്കന്മാരുടെ അടുത്ത് പോയി പഠിച്ച് സ്റ്റേ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം ഈ ചക്ര ഹീലിങ്ങും അതിലൊരു ഭാഗമായിട്ടാണ് ഞാൻ പബ്ലിക്കിന് പറഞ്ഞു കൊടുക്കണം. ആളുകളുടെ പ്രയാസങ്ങളെല്ലാം കാണുമ്പം നമുക്ക് വലിയ പ്രയാസം, അതുകൊണ്ട് തന്നെ അവരുടെ പ്രയാസങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കുറേ ക്ലാസ്സുകൾ ഞാൻ നടത്തണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം എൻ്റെ ചക്ര ഹീലിംഗ് ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടും, ഫലപ്രദമായിട്ടിരിക്കും. ഓക്കെ, അത് അടുത്ത മാസം ഞാൻ ക്ലാസ്സുകൾ തുടങ്ങും. അത് ഓൺലൈനിൽ സൂം മീറ്റിങ്ങിലായിരിക്കും. പക്ഷേ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ടറി വെബിനാറാണ് ഈ മാസം 29-ാം തീയതി ഞായറാഴ്ച ഞാൻ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇൻട്രോ വെബിനാർ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചക്ര ഹീലിംഗ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഈ ഇൻട്രോ വെബിനാർ അറ്റൻഡ് ചെയ്യാൻ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീ ആയ 99 രൂപ അടച്ച് നിങ്ങളുടെ പേരും വാട്സപ്പ് ഉള്ള മൊബൈൽ നമ്പറും മെയിൽ ID ഉണ്ടെങ്കിൽ അതും കൂടെ തന്നാൽ 29-ാം തീയതി എത്ര മണിക്കാണ്, പക്ഷേ അത് ഏത് സമയമാണ്, അതിൻ്റെ ലിങ്ക് എല്ലാം എനിക്ക് അയച്ചു തരാൻ പറ്റത്തുള്ളൂ. ഈ ഇൻട്രോ വെബിനാർ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ചക്ര ഹീലിംഗ് ക്ലാസ്സുകളിനെ കുറിച്ചുള്ള നല്ല ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അതിന് പിന്നെ നിങ്ങൾ തീരുമാനിക്കാം അത് അറ്റൻഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. എൻ്റെ അഡ്വൈസ് എന്തുവാന്ന് വെച്ചാൽ എല്ലാവരും ഈ ചക്ര ഹീലിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. എല്ലാവരും അവരവരുടെ ചക്രാസിനെ ഹീൽ ചെയ്യാൻ പഠിക്കണം. അതിന് പിന്നെ ആയിരിക്കണം നമുക്ക് ഏറ്റവും നല്ല ഒരു ജീവിതം ജീവിക്കേണ്ടത്.